everyone. VICTERS ചാനലിൽ +1 ബോട്ടണിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ സാറ് ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാർ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്, ഫാദർ ഓഫ് സുവോളജി ആൻഡ് ബയോളജി അരിസ്റ്റോട്ടിൽ. ഈ രണ്ട് പേരുകൾ സാറ് മെൻഷൻ ചെയ്തു. പിന്നീട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയായിരുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുക, വേർതിരിച്ച് ചില ക്ലാസസിലാക്കി മാറ്റുക എന്നതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ലിവിങ് ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്ത് വേർതിരിച്ച് ചില ഡിഫറെൻറ്റ് ക്ലാസ്സുകളിലാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ലിവിങ് തിങ്സിനെ നമ്മൾ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? വൈ ആർ ദ ലിവിങ് തിങ്സ് ക്ലാസിഫൈഡ്? Living things are classified so that we can study various organisms at ease. എളുപ്പത്തിൽ ഓരോ ഓർഗാനിസംസിനെയും പറ്റി പഠിക്കാനാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഓർഗാനിസമിന് ചില ഓർഗാനിസംസിന് ഒരുമിച്ച് ചില ക്യാരക്ടേഴ്സ് കോമൺ ആയിരിക്കും. ആ കോമൺ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ആ ഓർഗാനിസംസിനെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നു. അതിനാണ് നമ്മളിതിനെ ലിവിങ് തിങ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, ആരാണ് ആദ്യമായിട്ട് സയൻറ്റിഫിക്കലി ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്? അരിസ്റ്റോട്ടിൽ ആയിരുന്നു ആദ്യമായിട്ട് സയൻറ്റിഫിക് രീതിയിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, സുവോളജിയുടെയും ബയോളജിയുടെയും പിതാവ് എന്നാണ് അരിസ്റ്റോട്ടിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഓർഗാനിസംസിനെ രണ്ടായിട്ടാണ് വേർതിരിച്ചത്: പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളും മൃഗങ്ങളും. ഇതിനകത്ത് പ്ലാന്റ്സിനെ പിന്നെയും മൂന്നായിട്ടാണ് അദ്ദേഹം വേർതിരിച്ചത്: ഷ്രബ്സ്, ഹെർബ്സ് ആൻഡ് ട്രീസ്. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വുഡൻ സ്റ്റെമ്മുള്ള പ്ലാന്റ്സിനെയാണ്, ഷോർട്ട് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഷ്രബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റോസ് പ്ലാന്റ് ഒരു ഷ്രബിൻ്റെ എക്സാമ്പിളാണ്. പിന്നീട് വരുന്ന ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സ്റ്റെമ്മുള്ള ഷോർട്ട് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ തുളസി ഹെർബിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് ട്രീസ്, മരങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഞാൻ കയറുന്നില്ല, അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം ആനിമൽസിനെയും ഡിവൈഡ് ചെയ്തിരുന്നു. രണ്ടായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്: ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. ചുവന്ന കളറിലുള്ള ചോര ഉള്ളവരും ചുവന്ന കളറിലുള്ള ചോര ഇല്ലാത്തവരും എന്ന രീതിയിലാണ് അദ്ദേഹം ആനിമൽസിനെ ഡിവൈഡ് ചെയ്തത്. എന്നാൽ നമുക്കിത് അഡിക്വേറ്റ് ആയിരുന്നില്ല. ഒരു ഓർഗാനിസംസിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഈ രണ്ട് ക്ലാസിഫിക്കേഷനിൽ പെടുത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് കാൾ ലിനേയസ്, നമ്മൾ കാൾ ലിനേയസിനെ കുറിച്ച് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്, ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചു. ഓർഗാനിസംസിനെ കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമീലിയ എന്ന രീതിയിലാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്. കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമീലിയ. പക്ഷേ ഈ തിയറിക്കും ചില ഡ്രോബാക്സ് അല്ലെങ്കിൽ തെറ്റുകൾ, നമുക്ക് ഇതും അഡിക്വേറ്റ് ആയിരുന്നില്ല, ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ കാര്യം, യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിൽ കാണാൻ സാധിച്ചില്ല എന്നതായിരുന്നു. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസിനെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, കുറേ സെല്ലുകളുള്ള ഓർഗാനിസംസിനെയും ഈ ക്ലാസിഫിക്കേഷനിൽ ഡിഫറൻസിയേറ്റ് ചെയ്തിരുന്നില്ല. അതായിരുന്നു ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം, യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോക്കാരിയോട്ടിക് ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തതായിരുന്നു. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ സെല്ലിലും അതുപോലെ തന്നെ സെൽ ഓർഗനലൈസിലും
ചുറ്റും ഒരു വോൾ ഉണ്ടാവും, ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ് പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണ് യൂകാരിയോട്ട് എന്ന് പറയുന്നത്. പക്ഷേ പ്രോകാരിയോട്ടിൽ ഈ കവറിങ് അല്ലെങ്കിൽ മെംബ്രെയിൻ, വോൾ ആബ്സെൻ്റ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഈ കാറ്റഗറിയിൽ, ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. അതായത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നവരും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കാത്തവരും തമ്മിലുള്ള ഡിഫറൻസിയേഷൻസ് ഇതിലുണ്ടായിരുന്നില്ല. ഇനി നാലാമത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ചില ഓർഗാനിസംസ് കിങ്ഡം പ്ലാന്റയിലും കിങ്ഡം ആനിമേലിയയിലും പെടാത്ത ചില ഓർഗാനിസംസ് ലെഫ്റ്റ് ഔട്ടായിട്ട് മാറി നിന്നു. അതായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക്. ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നതും ഇതായിരുന്നു. ഈ 4 കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷനും നമുക്ക് ഇൻഅഡിക്വേറ്റ് ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത്. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റേക്കർ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. 5 കിങ്ഡം, 2 കിങ്ഡംസ് എന്ന് മാറി 5 കിങ്ഡംസിലേക്ക് നമ്മളെത്തി. ഓർഗാനിസംസിനെ 5ആയിട്ട് കിങ്ഡം മൊണേറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമീലിയ, ഇങ്ങനെ 5ആയിട്ടായിരുന്നു അദ്ദേഹം ഡിവൈഡ് ചെയ്തത്. ഈ ഡിവിഷന് അദ്ദേഹം യൂസ് ചെയ്ത കാറ്റഗറീസ് എന്താണ് എന്നാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സെൽ ടൈപ്പ്, പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് നോക്കിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് സെല്ലല്ല, അതായത് മെംബ്രെയിൻ അല്ലെങ്കിൽ വോൾ പ്രസൻ്റ് അല്ലാത്ത, അതിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് എന്ന് വിളിക്കുന്നത്. മൊണേറ എന്ന് പറഞ്ഞ കിങ്ഡത്തിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെൽ ഡിഫൈൻഡ് സെല്ലില്ലാത്ത, ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആയിരുന്നു മൊണേറയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കി 4 കാറ്റഗറീസ് പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമീലിയ, ഇവർക്ക് ഈ 4 ഗ്രൂപ്പ്സിലുള്ള എല്ലാ ഓർഗാനിസത്തിനും വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് സെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം യൂകാരിയോട്ടിക് ഓർഗാനിസംസിൽ പെട്ടവരാണ്. രണ്ടാമത്തെ കാറ്റഗറി സെൽ വാൾ. സെൽ വാൾ നമുക്കറിയാം കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു സെൽ മെംബ്രെയിനെയാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. മൊണേറയിൽ സെല്ലുലോസിക് സെൽ വാൾ ഉണ്ടായിരുന്നില്ല. പ്രൊട്ടിസ്റ്റയിൽ വന്നപ്പോൾ ചില ഓർഗാനിസംസിന് സെൽ വാൾ ഉണ്ട് എന്നായി. ഫംഗയിൽ പ്രസൻ്റ് ആണ്, എല്ലാ ഓർഗാനിസംസിലും സെൽ വാൾ ഉണ്ട്. പക്ഷേ സെല്ലുലോസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് വെച്ചിട്ടല്ല, ചിറ്റിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഫംഗയിൽ നമുക്ക് സെൽ വാൾ കാണാൻ സാധിക്കുക. പ്ലാന്റയിൽ നമുക്കറിയാം, നമ്മൾ പല പ്ലാന്റ്സും ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ. അവിടെ സെൽ വാൾ പ്രസൻ്റ് ആണ്. സെല്ലുലോസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റയിൽ സെൽ വാൾ വന്നിരിക്കുന്നത്. ആനിമീലിയയിൽ നമുക്കറിയാം സെൽ വാൾ പ്രസൻറ്റ് അല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ സെൽ വാളിനെ പറ്റി പഠിച്ചത്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വാൾ അല്ലെങ്കിൽ മെംബ്രെയിൻ. മൊണേറയിൽ പ്രോകാരിയോട്ടിക് ആണ്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. പ്രൊട്ടിസ്റ്റയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ഫംഗൈലുണ്ട്, പ്ലാന്റയിലുണ്ട്, അനിമേലിയയിലുണ്ട്. കാരണം ഈ 4ഉം യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. പിന്നെ നാലാമത്തെ കാറ്റഗറി വരുന്നത് ബോഡി ഓർഗനൈസേഷൻ. ബോഡിയുടെ ഓർഗനൈസേഷൻ എത്ര ലെവലാണ് കയറിയിട്ടുള്ളത്. മൊണേറ യൂണിസെല്ലുലാർ ആണ്, അതായത് ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. പ്രൊട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആണ്. ഫംഗൈ മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷെ അവിടെ നമുക്ക് വേറൊരു ക്യാരക്ടറും കൂടി കാണാൻ കഴിയും. ലൂസ് ടിഷ്യൂസ് ആണ് അവിടെ വരുന്നത്. പ്ലാന്റയിൽ ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഓർഗൻസും ഉണ്ട്. നമുക്കറിയാം സെല്ലുണ്ട്, സെല്ല് ഒരുമിച്ച് ചേരുമ്പോൾ ടിഷ്യൂ വരുന്നു, ടിഷ്യൂ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഓർഗൻസ് വരുന്നു. ഇത്രയും ക്യാരക്ടേഴ്സ് വരെ പ്ലാന്റയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആനിമേലിയയിൽ സെൽസ് ഒരുമിച്ച് കൂടി ടിഷ്യൂ വരുന്നു, ടിഷ്യൂസ് ഒരുമിച്ച് വന്ന് ഓർഗൻസ് വരുന്നു, ഓർഗൻസ് കമ്പൈനായി പുതിയൊരു ഫാക്ടർ ഓർഗൻ സിസ്റ്റംസ് കൂടി ആനിമേലിയയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ വിത്ത് ലൂസ് ടിഷ്യൂ, പിന്നീട് ടിഷ്യൂ ഫോം ഒരുമിച്ച് ചേർന്ന് ഓർഗൻസിലേക്ക് വരുന്നു. ആനിമേലിയയിൽ ഓർഗൻ സിസ്റ്റം എന്ന ലെവൽ വരെ നമുക്ക് ബോഡി ഓർഗനൈസേഷൻ കാണാവുന്നതാണ്.
ഇനി നമ്മൾ അവസാനത്തെ കാറ്റഗറിയാണ് നോക്കാൻ പോകുന്നത്, ക്രൈറ്റീരിയ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ മോഡ്, ഭക്ഷണം എങ്ങനെയാണ് ഈ ഓരോ കിങ്ഡംസിലുള്ള ഓർഗാനിസംസും കണ്ടെത്തുന്നത്. മൊണേറയിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസം ഉണ്ട്, അതായത് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെട്രോട്രോഫിക്, ഇവിടെ ഹെട്രോട്രോഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഭക്ഷണം തയ്യാറാക്കുക എന്നാണ് ഹെട്രോട്രോഫിക്. സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ. മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഭക്ഷണം കണ്ടെത്തുന്ന ഓർഗാനിസംസിനെ നമ്മൾ പറയുക സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക്. അത് ഹെട്രോട്രോഫിക് ഗണത്തിൽ പെടുന്നതാണ്. ഇനി നമ്മൾ പ്രൊട്ടിസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ഓർഗാനിസംസിനെയും മറ്റെവിടെയെങ്കിലും നിന്നും ഭക്ഷണം കണ്ടെത്തുന്ന ഓർഗാനിസം ഹെട്രോട്രോഫിക് ഓർഗാനിസംസിനെയും കാണാൻ സാധിക്കും. ഫംഗയിൽ നമുക്ക് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂ. സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഭക്ഷണം കണ്ടെത്തുകയാണ് ഫംഗൈ ചെയ്യുന്നത്. ഇനി പ്ലാന്റ് എന്ന് പറഞ്ഞ കിങ്ഡമിലേക്ക് വരുമ്പോൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ് അവ. നമുക്കറിയാം പ്ലാന്റ്സ് സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുകയാണ്, സൺലൈറ്റിൻ്റെ സഹായത്തോടെ സ്വന്തമായിട്ടുള്ള ഭക്ഷണം നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്. ആനിമീലിയ ഇസ് കംപ്ലീറ്റ്ലി ഹെട്രോട്രോഫിക്, സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാതെ മറ്റെവിടെയെങ്കിലും നിന്നും കണ്ടെത്തുക. ഇതിൽ സാപ്രോഫൈറ്റിക്, അതായത് മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസും ഉണ്ട്. അതുപോലെ തന്നെ ഹോളോസോയിക്, പുറത്തു നിന്നും ഭക്ഷണം അതേപോലെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓർഗാനിസംസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്യാരക്ടറൈസേഷൻ ഓരോ കാറ്റഗറീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. അപ്പം അസൈൻമെൻറ്റ് സാർ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു തന്നത്. ലിസ്റ്റ് സം ഓർഗാനിസംസ് അണ്ടർ ഈച്ച് കിങ്ഡം, ഓരോ കിങ്ഡമിലും പെട്ട ചില ഓർഗാനിസംസിനെ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആൻസേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി റെലവൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർഗാനിസംസിൻ്റെ പേര് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മൊണേറയിൽ കോക്കൈ, ബസൈലി, സ്പൈറല്ല, വിബ്രിയോ, അങ്ങനെ 4 ഞാൻ എഴുതിയത്. പ്രൊട്ടിസ്റ്റയിൽ ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലീന, സ്ലൈം മൗൾട്ട്, പാരമീസിയം, ഇങ്ങനെ 4 എഴുതിയത്. ഫംഗയിൽ മ്യൂക്കോർ, ആസ്പെർഗിലസ്, അഗാരിക്കസ്, പെനിസീലിയം, ഇങ്ങനെ 4. പ്ലാന്റ് നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ കുറേ പ്ലാന്റ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എഴുതിക്കോളൂ. മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, തുളസി, നീം എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ആനിമീലിയം, നമുക്ക് ചുറ്റും കുറേ ആനിമൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ആനിമൽസിൻ്റെ പേര് അവിടെ എഴുതാം. ഞാനിവിടെ ക്യാറ്റ്, ഡോഗ്, കൗ, ടൈഗർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സോ ദാറ്റ് വെൻ ഐ പോസ്റ്റ് ന്യൂ നോട്ട്സ് യു വിൽ ഓൾസോ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.